സോ നമ്മുടെ റെക്കോർഡിലേക്ക് പോകേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ കാണുന്നത്. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രോബ്ലത്തിന്റെ ഡെഫിനിഷൻ ആണ്. നിങ്ങൾ ഇത് എഴുതേണ്ട കാര്യമില്ല, ഇത് എഴുതിയാൽ സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് 11x മൈനസ് സിക്സ് ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ and following two other are standard functions, അല്ലെങ്കിൽ equation involving standard functions. G of x is equal to sin x minus 1 and h of x is equal to e raised to x minus 1. അപ്പൊ നമ്മൾ ഇനി നേരെ പോകുന്നത് പ്രോഗ്രാം സോൾവ് ചെയ്യാൻ നമ്മുടെ സേജ് മാത്തിന്റെ ഇന്റർഫേസിലോട്ടാണ്. സേജ് മാത്തിന്റെ ഇന്റർഫേസ്. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ എന്താണെന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യണം. എക്സ് ഇസ് ഈക്വൽ ടു വേരിയബിൾ എക്സ്. അതായത് നമ്മൾ ഇനി മുതൽ എക്സിനെ കൺസിഡർ ചെയ്യാനുള്ളത് വേരിയബിൾ ആയിരിക്കണം. അതൊരു വേരിയബിൾ ആണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. സേജ് മാത്ത് ഏറെക്കുറെ എക്സിനെ കാണുന്നത് വേരിയബിൾ ആയിട്ട് തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ടതില്ല. എക്സിനെ കാണുന്നത് വേരിയബിൾ ആയിട്ട് തന്നെയാണ്, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല. നമ്മൾ ഈ ലൈൻ ഇപ്പോൾ ഒഴിവാക്കിയാൽ പ്രശ്നമില്ല. പക്ഷേ നാളെ ഒരു കാലത്ത് നിങ്ങൾ വേരിയബിൾ ടി ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ടി ഈക്വൽ ടു വേരിയബിൾ ടി എന്ന് എഴുതുന്നത് വളരെ വളരെ നിർബന്ധമാണ്. എക്സിന്റെ കാര്യത്തിൽ ഏകദേശം സിസ്റ്റം എക്സിനെ വേരിയബിൾ ആയിട്ട് തന്നെ കൺട്രോൾ, അതുകൊണ്ട് കുഴപ്പമില്ല. ഡിഫോൾട്ട് ആയിട്ട് കൺട്രോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓരോ ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യണം. ഞാനിപ്പോ എഫ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ ആദ്യമേ ഡിഫൈൻ ചെയ്യാണ്. എക്സ് ക്യൂബ്. ഞാൻ എക്സ് ക്യൂബിനെ നമുക്ക് സാധാരണ പോലെ നമുക്ക് എഴുതാൻ കഴിയില്ല. എക്സ് റൈസ് ടു 3, ആ റൈസ് ടുന്റെ സിമ്പിൾ അവിടെ കൊടുക്കേണ്ടി വരും. മൈനസ് 6 ഇൻറ്റു ആണ്. അപ്പൊ 6 സ്റ്റാർ കൊടുക്കേണ്ടി വരും. 6 സ്റ്റാർ. പിന്നെ എക്സ് സ്ക്വയേർഡ് വരും. അതുകൊണ്ട് നമ്മൾ റൈസ് ടു 2 എന്ന് തന്നെ കൊടുക്കണം. പ്ലസ് 11x എന്ന് ചുമ്മാ കൊടുക്കരുത്. 11 സ്റ്റാർ എക്സ് എന്ന് തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ സിസ്റ്റം അത് റീഡ് ചെയ്യില്ല. 7 ഇൻറ്റു എക്സ് ആണെന്ന് സിസ്റ്റം റീഡ് ചെയ്യണമെങ്കിൽ 11 സ്റ്റാർ എക്സ് എന്ന് തന്നെ കൊടുക്കണം. വളരെ വളരെ നിർബന്ധമുള്ളത്. നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. എക്സ് ക്യൂബ് മൈനസ് 6 എക്സ് സ്ക്വയേർഡ്, അതായത് 6 സ്റ്റാർ എക്സ് സ്ക്വയേർഡ് എന്ന് തന്നെ കൊടുക്കണം. പ്ലസ് 11 സ്റ്റാർ എക്സ് എന്ന് തന്നെ കൊടുക്കണം. വെറുതെ 11x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം റീഡ് ചെയ്യില്ല. പിന്നെ -6. നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇനി അടുത്ത രണ്ടാമത്തെ ഫംഗ്ഷൻ ജി എന്നാണ് പേര് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ജി ഈസ് ഈക്വൽ ടു സൈനെ ഡിഫൈൻ ചെയ്യാൻ വേറെ കഷ്ടപ്പാടൊന്നുമില്ല. ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. സൈൻ എക്സ് വേറെ കഷ്ടപ്പാടൊന്നുമില്ല. സൈൻ എക്സ് മൈനസ് 1. സൈൻ എക്സ് മൈനസ് 1 ആണ് അടുത്ത ഫംഗ്ഷൻ. അടുത്ത നമ്മുടെ h ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് h ഈക്വൽ ടു h എന്ന് പേര് കൊടുക്കുക അയാൾക്ക്. അയാള് എക്സ്പോണൻഷ്യൽ, അത് ഇ എന്ന് കൊടുത്താൽ മതി. സിസ്റ്റം റീഡ് ചെയ്തോളും. ഇ റൈസ് ടു എക്സ് ബാക്കി -1. ഞാൻ പറയുന്നത് ഇതിനെല്ലാം ഇടയ്ക്ക് ഒരു സ്പേസ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. വേറൊന്നുമല്ല, എക്സിന്റെ കൂടെയുള്ള ആയിട്ട് -1നെ -6നെ കാണരുതല്ലോ. 11 സ്റ്റാർ എക്സ് റേസ് ടു എക്സ് -6 ആയിട്ട് കാണരുതല്ലോ. അതിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. കമ്പ്യൂട്ടർ അല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മള് പ്രിന്റ് ചെയ്യാൻ പോവാണ്. ഈ ഫംഗ്ഷൻസിനെ എല്ലാം പ്രിന്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, അതിന്റെ ആവശ്യമില്ലാത്തതാണ്. സോൾവ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. പക്ഷെ നമുക്കൊരു ഔട്ട്പുട്ടിന് ഒരു ഭംഗിയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഫങ്ഷൻസ്
പ്രിന്റ് പ്രിന്റ് എഫ് ഓഫ് എക്സ് is equal to f of x is equal to എഫ് പ്രിന്റ് ചെയ്ത് വരിക. അതുപോലെ ജിയുടെയും എച്ചിന്റെയും കാര്യം നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഞാനത് സിമ്പിൾ ആയിട്ട് എഫ് നിന്ന് കോപ്പി എടുത്ത് ജി ജി ഇവിടെ എച്ച് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, ഇത് പ്രിന്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് റൺ ചെയ്ത് നോക്കുന്നത്. എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കാൻ. എറർ ഉണ്ട്. എറർ ഉണ്ട്. ഹലോ. ഓഡിയോ വീഡിയോ ഓക്കെ ആണോ? എന്തോ ഒരു എറർ വന്നു ഇടയ്ക്ക്. കുഴപ്പമില്ല സാർ, കേൾക്കാം. ആ, ഏ, ശരി. അപ്പോ ഇടയ്ക്ക് എന്തോ ഒരു കണക്ഷൻ ഇഷ്യൂ വന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്കിപ്പായെന്ന് തോന്നുന്നു. അപ്പോ ഞാൻ ഈ പറഞ്ഞത് എന്താണ്, ഫങ്ഷൻ ഡിഫൈൻ ചെയ്തതും എന്താണ് മറ്റേ പ്രിന്റ് എടുത്തതും ഒക്കെ മനസ്സിലായ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് ആദ്യം തന്നെ വേരിയബിൾ ആയിട്ട് ഡിഫൈൻ ചെയ്തു, ഫംഗ്ഷൻ ഓരോന്നായിട്ട് ഡിഫൈൻ ചെയ്തു. ഞാൻ ക്യൂബ് എടുക്കുന്നതിനെ പറ്റിയും 6 സ്റ്റാറിനെ പറ്റിയും 11 സ്റ്റാർ എക്സിനെ പറ്റിയും ഒക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ എടുക്കേണ്ടതിനെ പറ്റി. പിന്നെ പ്രിന്റ് കൊടുക്കുമ്പോൾ ഓരോ ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്ത് വരും. നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത് അവരെ സോൾവ് ചെയ്യാനാണ്. ഓരോ ഫംഗ്ഷനായിട്ട് സോൾവ് ചെയ്യണം. ആദ്യം ഞാൻ എഫ് ഓഫ് എക്സിനെ സോൾവ് ചെയ്യാണ്. സോൾവ്
ഫോർ എഫ്, സോൾവ് ഫോർ എഫ്. ഇത് ജസ്റ്റ് ഒരു പേരാണ്. എഫും ജിയും എച്ചും എന്ന് പറയുന്ന പോലെ ജസ്റ്റ് ഒരു പേരാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. സൊല്യൂഷൻ ഓഫ് എഫ് എന്നൊക്കെ വേണമെങ്കിലും, അല്ലെങ്കിൽ എസ് എഫ് എന്ന് വേണമെങ്കിലും, സൊല്യൂഷൻ ഓഫ് എഫ് എസ് എഫ് എന്ന് മാത്രം വേണമെങ്കിൽ ചുരുക്കി കൊടുക്കാം. അപ്പോൾ സൊല്യൂഷൻ, ഒരു ഫംഗ്ഷനെ സോൾവ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സോൾവ് എഫ് ഈക്വൽ ടു 0. എക്സിനാണ് സോൾവ് ചെയ്യേണ്ടത്. വേരിയബിൾ എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എക്സിനാണ് സോൾവ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കോമ എക്സ് എന്ന് ഇട്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഈക്വൽ ടു 1 ഇട്ട് സോൾവ് ചെയ്യണമെങ്കിൽ 0 മാറ്റി 1 കൊടുക്കാം. ഈക്വൽ ടു 10 സോൾവ് ചെയ്യണമെങ്കിൽ ഈ 0 മാറ്റി 10 കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം. അപ്പോ ഫംഗ്ഷൻ എഫിനെ സോൾവ് ചെയ്യാനുള്ളത് കിട്ടി. നമുക്ക് ഉടനെ തന്നെ ആ സൊല്യൂഷനെ കാണിക്കണം. ഷോ നമുക്ക് ആ സൊല്യൂഷനെ ഷോ എസ് എഫ് കൊടുക്കുമ്പോൾ നമുക്ക് ആ സൊല്യൂഷനെ കാണാൻ കഴിയും. നെക്സ്റ്റ് അടുത്ത ഫംഗ്ഷനെ സോൾവ് ചെയ്യാൻ പോവാം. അടുത്ത ഫംഗ്ഷനെ സോൾവ് ചെയ്യാം. എസ് ജി എന്ന് കൊടുക്കാം. അയാൾക്ക് പേര് എസ് ജി എന്ന് കൊടുക്കാം. അടുത്ത എസ് ജി ഈക്വൽ ടു സോൾവ് ജി ഈക്വൽ ടു 0, എക്സ്. അടുത്ത ജി എന്ന ഫംഗ്ഷൻ എന്താണ്? സൈൻ എക്സ് മൈനസ് 1 അയാളെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്തു. ഈ 0 മാറ്റി നിങ്ങൾക്ക് 1 10 ഒക്കെ കൊടുക്കാം. പക്ഷെ നമ്മൾ സോൾവ് എന്ന് പറയുമ്പോൾ നേരെ നമ്മൾ 0 പോകുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അത് മൈൻഡ് ചെയ്യുന്നില്ല. അടുത്ത് നമുക്ക് സൊല്യൂഷൻ പ്രിന്റ് ചെയ്ത് വരണം. ഷോ എസ് ജി. അടുത്ത എസ് എച്ച്, സൊല്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻ എച്ച് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോൾവ് h ഈക്വൽ ടു 0. h ഈക്വൽ ടു 0, എക്സ്. അടുത്ത സൊല്യൂഷൻ നമുക്ക് കാണിക്കാനുള്ള ഇത് കൊടുക്കാം. ഷോ എസ് എച്ച്. അപ്പോ നമ്മൾ റൺ ചെയ്ത് നോക്കുന്നു. നേരത്തെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വന്നത് അതേപോലെ പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. അടുത്ത സൊല്യൂഷനും വന്നിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷന്റെ സൊല്യൂഷൻസ് ആണ് 1 2 3. സെക്കൻഡ് ഫംഗ്ഷന്റെ സൊല്യൂഷൻ അത് π/1/2 ഇൻറ്റു പൈ, അതായത് π/2. അതേസമയം തേർഡ് ഫംഗ്ഷന്റെ സൊല്യൂഷൻ 0 ആണ്. നമുക്ക് ഈ ഒരു കാണാൻ ഒരു ഭംഗിക്കുറവുണ്ട്. അത് മാറ്റാനായി വേണമെങ്കിൽ പ്രിന്റ് കൊടുക്കാം. പ്രിന്റ് കൊടുത്തതിന് ശേഷം നമുക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട്സ് ഓഫ് സൊല്യൂഷൻ എന്ന പേര് വേണ്ട, റൂട്ട്സ് ഓഫ് എന്ന പേര് ഉപയോഗിക്കാം. റൂട്ട്സ് ഓഫ് f of x is കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ആ ഒരു കാര്യമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ അതൊന്ന് കോപ്പി ചെയ്ത് റൂട്ട്സ് ഓഫ് g of x is ഷോയ്ക്ക് പകരം പ്രിന്റ് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം രണ്ടിന്റെയും വ്യത്യാസം, പ്രിന്റിൽ വരുന്ന വ്യത്യാസം നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ കണ്ടതാണ്. റൂട്ട്സ് ഓഫ് h of x is നമ്മൾ റൺ ചെയ്ത് നോക്കാം. Roots of f of x is 1 to x is equal to 1, x is equal to 2, x is equal to 3. Roots of g of x is equal to 1/2 into pi, or roots of h of x is equal to 0. Right? Simple problem. അപ്പൊ ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ ചെയ്തു കഴിഞ്ഞ് നമ്മൾ ഒരു ഫംഗ്ഷൻ, അതിപ്പോ പോളിനോമിയൽ ആയിക്കോട്ടെ സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, നമുക്കത് സോൾവ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ പോകുന്ന ക്വസ്റ്റ്യൻ, ഇതില് ഈ ഒരു പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ ഇല്ല. അപ്പൊ ആ, ശരി. ഇപ്പോ നമ്മള് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മള് പഠിക്കാൻ പോകുന്നത്, നെക്സ്റ്റ് നമ്മുടെ പ്രോബ്ലം. സോ സെക്കൻഡ്, നെക്സ്റ്റ് പ്രോഗ്രാമിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ, ഇയാളുടെ സഹായം എന്താണ്? നമുക്കൊരു കളർ പെട്ട് എടുക്കേണ്ടി വരും. അടുത്ത് ഗ്രാഫ് വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സാക്ട് ക്വസ്റ്റ്യൻ. അപ്പോ സ്കെച്ചിങ് ദ sketching sketching the graph of curves, graph of curves, graphs of curves, graphs of curves, using plot, using plot with various styling options, various styling options. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഒരു പല പല ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. സ്റ്റൈലിംഗ് ഓപ്ഷൻസ് വേരി ചെയ്യുക. അതായത് കളർ, പിന്നെ ഗ്രാഫ് വരയ്ക്കുന്നതിന്റെ തിക്നെസ്, ഡോട്ടഡ് ലൈൻ വരയ്ക്കണോ, അല്ല സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണോ, ഏത് മുതൽ ഏത് വരെ വരയ്ക്കണം എന്നുള്ള സ്റ്റൈലിംഗ് ഓപ്ഷൻസോട് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഗ്രാഫ് വരയ്ക്കാൻ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, sketch the following curves, sketch the following curves using various styling options, പിന്നെ സിംഗിൾ ഫ്രെയിം, ഒറ്റ ഫ്രെയിമിൽ എല്ലാ ക്വസ്റ്റ്യനെയും ഒറ്റ ഫ്രെയിമിൽ. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സൈൻ എക്സ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോസ് എക്സ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർഡ്, ആൻഡ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇ റൈസ് ടു എക്സ്. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. ഇവിടെ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. പ്ലോട്ട് എന്ന് പറയുന്നത് സേജ് മാത്തിൽ ഒരു ഫംഗ്ഷൻ ആണ്. ഇയാൾ ഉപയോഗിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വരയ്ക്കാൻ. ഞാൻ അത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ലെന്നേ. സ്കെച്ച് ദ ഫോളോയിങ് കർവ്സ് യൂസിങ് വേരിയസ് സ്റ്റൈലിംഗ് ഓപ്ഷൻസ് ഇൻ സിംഗിൾ ഫ്രെയിം. കഴിയും. അപ്പൊ നമ്മള് എന്ത് ചെയ്യാൻ പോവാണ്? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ, ഈ ക്വസ്റ്റ്യന്റെ പ്രോഗ്രാം എഴുതാൻ പോവാണ്. നമുക്കപ്പോ നേരെ പ്രോഗ്രാമിലേക്ക്. യെസ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നു, എക്സ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പ്രശ്നമുള്ളത്. അല്ല, എക്സിന് വേണ്ടി നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ് അല്ലാത്ത വേരിയബിൾ ആണെങ്കിൽ നിർബന്ധമായി ഇത് ചെയ്യേണ്ടി വരും. എക്സ് അല്ല വേരിയബിൾ എങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഇത് ചെയ്യേണ്ടി വരും. സൂക്ഷിക്കുക. അപ്പൊ എക്സ് ആയതുകൊണ്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ആ വേരിയബിൾ നാളെ നിങ്ങൾ ടി ആയിട്ട് എടുക്കുന്നതെങ്കിൽ അവിടെ ഈ സ്റ്റെപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ എറർ വരും.
അടുത്ത നമുക്ക് ഓരോ ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഓരോ ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇപ്രാവശ്യം ഞാൻ അവർക്ക് F1 എന്നും F2 എന്നും ഒക്കെയാണ് പേര് കൊടുക്കുന്നത്. സൈനെ നേരത്തെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കണ്ടു, സൈൻ എക്സ്. അടുത്ത F2. അടുത്ത നമുക്ക് കോസ് ആണ്. കോസും സൈൻ ഡിഫൈൻ ചെയ്ത പോലെയുള്ള ലാഘവത്തിൽ ഡിഫൈൻ ചെയ്താൽ മതി, സിസ്റ്റം മനസ്സിലാക്കും. അടുത്ത X² നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കണ്ടു. F3 ആയിട്ട് മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് X² ഞാൻ ഡിഫൈൻ ചെയ്തു, X². അടുത്ത നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണ് F4 ആയിട്ട് നിങ്ങൾ e⁻x നേരത്തെ ഡിഫൈൻ ചെയ്ത് കണ്ടു. ഞാൻ ഇത്തവണ ഒരു ചെറിയ മാറ്റം വരുത്തി EXPX എന്നാണ് ഡിഫൈൻ ചെയ്തത്. e⁻x എന്ന് എഴുതിയാലും EXPX എന്ന് എഴുതിയാലും ഫംഗ്ഷനെ അയാൾ മനസ്സിലാക്കിക്കോളും, സിസ്റ്റം മനസ്സിലാക്കിക്കോളും, കുഴപ്പമില്ല. ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മാത്രമാണ് എന്ത് എഴുതിയത്, F4 എഴുതി വെച്ചത്. ശരി, അടുത്ത് നമ്മൾ ഓരോരുത്തരായിട്ട് പ്ലോട്ട് ചെയ്യാൻ പോകുന്നു. ആദ്യത്തെ പ്ലോട്ടിന് P1 എന്ന് പേര് കൊടുത്തു. P1 ആദ്യത്തെ ഫിഗറിന്റെ പേരാണ് കേട്ടോ, കൊടുക്കുന്നത്. P1 പ്ലോട്ട് ചെയ്യുന്നു. പ്ലോട്ട് ഫംഗ്ഷൻ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലോട്ട് ഫംഗ്ഷൻ. ആരെ പ്ലോട്ട് ചെയ്യണം? F1 പ്ലോട്ട് ചെയ്യണം. ബ്രാക്കറ്റ്, വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഏതാണ് വേരിയബിൾ? എക്സ് ആണ് വേരിയബിൾ. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലോട്ട് ചെയ്യണം. പക്ഷെ ഈ നിങ്ങൾക്കറിയാം, ഇപ്പൊ സൈൻ എക്സ് ആണല്ലോ F1. സൈൻ എക്സിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ അത് അനന്തമായി ഇടത്തോട്ടും വലത്തോട്ടും നീണ്ടുപോകുന്ന ആളാണ്. അപ്പൊ ഏത് മുതൽ ഏത് വരെ വേണം എന്ന് നമ്മൾ അവിടെ പറഞ്ഞിരിക്കണം. -5 മുതൽ 5 വരെ മതി, ആ നീളത്തിന് മതി. -5 മുതൽ 5 വരെ മതി, ആ നീളത്തിന് മതി. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇല്ല, നിങ്ങൾ അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. -5 മുതൽ 5 വരെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഡിഫോൾട്ട് ആയിട്ട് അത് -1 to 1 വരെ വരച്ചേരും. -1 to 1 വരെ ഡിഫോൾട്ട് ആയിട്ട് അത് വരച്ചേരും. അത് അതിന്റെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് അതിന്റെ ഇഷ്ടത്തിന് പോകും. നമുക്കത് വേണ്ട, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോയാൽ മതി. അതുകൊണ്ട് ഞാൻ -5 മുതൽ 5 വരെ വേണം എന്ന് നിർബന്ധം. ഇനി വരയ്ക്കുമ്പോൾ ഏത് കളറിൽ വരയ്ക്കണം? അത് കളർ ഈക്വൽ ടു റെഡ്. റെഡ് കളറിൽ വരയ്ക്കണം. ശ്രദ്ധിക്കുക, കളറിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. COLOR ആണ് കളർ, അമേരിക്കൻ ആണ്. നമ്മുടെ COLOUR കൊടുത്താൽ എറർ കാണിക്കും. കളറിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. കളർ ഏത് കളർ കൊടുക്കണം? റെഡ് കളർ കൊടുക്കണം. തിക്നെസ് എത്ര കട്ടി വേണം? തിക്നെസ് ഈക്വൽ ടു 3. നിങ്ങൾക്ക് 3 കട്ടി വേണം. കട്ടി കൂടുതൽ വേണമെങ്കിൽ 3, 5, 6 എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. കട്ടി കുറവാണ് 1.5 എന്നൊക്കെ കൊടുക്കാം. അപ്പൊ അതിനനുസരിച്ച് അത് മാറിക്കോളും. തിക്നെസ് 3. നെക്സ്റ്റ് ലൈൻ സ്റ്റൈൽ. നിങ്ങൾക്ക് ഡോട്ടഡ് ലൈൻ വേണോ? അതോ മുഴുവൻ സ്ട്രൈറ്റ് ലൈൻ തന്നെ മതിയോ? ഡോട്ടഡ് ലൈൻ ഒന്നും വേണ്ട, മുഴുവൻ സ്ട്രൈറ്റ് ലൈനിൽ മാർക്ക് ചെയ്താൽ മതിയോ? എന്താണ് നിങ്ങളുടെ ഇഷ്ടം എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ലൈൻ സ്റ്റൈലാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ലൈൻ സ്റ്റൈല് സ്ട്രൈറ്റ് ലൈൻ മതിയെങ്കിൽ, ഡോട്ടഡ് ഒന്നും വേണ്ട, ഫുൾ സ്ട്രൈറ്റ് മതിയെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷൻ ആണ് അടുത്ത് പറയാൻ പോകുന്നത്. സോ ഈ ഒരു വര കൊടുത്താൽ മതി. നമ്മുടെ മൈനസ് സിമ്പൽ ഉണ്ടല്ലോ, അത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ലെജൻഡ് ലേബൽ. അതായത് വേറൊന്നുമല്ല, ഈ ഫംഗ്ഷൻ എല്ലാം വരച്ചു കഴിഞ്ഞിട്ട് ഇതിപ്പോ എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ലേബൽ ചെയ്തിരിക്കും. നമ്മൾ ലേബൽ ചെയ്യണം, ഇത് ഏത് ഫംഗ്ഷൻ ആണെന്ന് ലേബൽ ചെയ്യണം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വരച്ചതിന് ശേഷം ഏത് ഫംഗ്ഷൻ ആണെന്ന് എങ്ങനെ തിരിച്ചറിയും? അതുകൊണ്ട് ലേബൽ ചെയ്യേണ്ട കാര്യവും കൂടെ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ലേബൽ ചെയ്യേണ്ടത് സൈൻ എക്സ് എന്നാണ്. അപ്പൊ നമ്മുടെ എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞ് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. നമ്മൾ ആദ്യത്തെ ആളെ പ്ലോട്ട് ചെയ്തതാണ്, F1 പ്ലോട്ട് ചെയ്തതാണ്. F1 പ്ലോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു. പ്ലോട്ട് ചെയ്യാൻ ഉപയോഗിച്ച കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു. എന്താണ് F1 പ്ലോട്ട് ചെയ്യണം? എക്സിന്റെ വാല്യൂ ഏത് മുതൽ ഏത് വരെ? -5 മുതൽ 5 വരെ. കളർ എന്ത് കൊടുക്കണം?
റെഡ് കളർ കൊടുക്കണം, തിക്നെസ് 3 കൊടുക്കണം. ലൈൻ സ്റ്റൈൽ കൊടുക്കേണ്ടത് സ്ട്രൈറ്റ് ലൈൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു മൈനസ് സിമ്പൽ ഇട്ടത്. ലെജൻഡ് ലേബൽ, അതായത് ലേബൽ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ലേബൽ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ലേബൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? സൈൻ എക്സ് എന്ന് ലേബൽ ചെയ്യാം. ചുമ്മാ റൺ ചെയ്ത് നോക്കാം, എറർ വരാനാണ് സാധ്യത. ചുമ്മാ റൺ ചെയ്ത് നോക്കാം, അതെ എറർ വന്നിട്ടുണ്ട്. 6th ലൈനിൽ തന്നെയാണ് എറർ വന്നിട്ടുള്ളത്, വേറൊന്നുമല്ല. അടുത്തിന് കോൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടായിരുന്നു, കോൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എറർ വന്നത്. നെവർ മൈൻഡ്. എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കാണാം. നെക്സ്റ്റ് നമ്മൾ അടുത്ത ആളെ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. അടുത്ത ആളെ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ രണ്ടാമത്തെ പ്ലോട്ട് P2. രണ്ടാമത്തെ പ്ലോട്ട് P2. P2വിനെ പ്ലോട്ട് എന്ന ഓപ്ഷനിൽ വിളിക്കുന്നു. F2. പ്ലോട്ട് എന്ന ഓപ്ഷൻ F2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ വരയ്ക്കേണ്ടത് എക്സിനാണ്. -5 മുതൽ 5 വരെ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. -5 മുതൽ 5 വരെ വരയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്പേസ് കൊടുക്കാം. -5 മുതൽ 5 വരെ വരയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇവിടെ എറർ ഉണ്ടായിരുന്നു. ഇവിടെ ബ്രാക്കറ്റ് ഒരു അധികം ബ്രാക്കറ്റ് ഞാൻ കൊടുത്തുപോയി. ഇപ്പൊ കറക്റ്റായി. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം, ചിലപ്പോൾ റണ്ണായാലും എന്ന് വിചാരിച്ചു കൊടുത്താണ്. കാരണം ഇവിടെ ഞാൻ ഒരു ബ്രാക്കറ്റ് അധികമായിട്ട് കൊടുത്തിരുന്നു. അതായിരിക്കും ചിലപ്പോ ഒരു തെറ്റ്, അല്ലെങ്കിൽ നേരത്തെ പ്ലോട്ട് ചെയ്ത് വരാതിരിക്കാനുള്ള കാരണം അതായിരുന്നു. ഷോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. പ്ലോട്ട് വരുന്നുണ്ടെങ്കിൽ വരട്ടെ, നമ്മൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ വീണ്ടും രണ്ടാമത്തെ ആളെ പ്ലോട്ട് ചെയ്യുന്നു. -5 to 5 വരെയാണ് പ്ലോട്ട് ചെയ്യാനുള്ളത്. പുതിയൊരു കളർ നമുക്ക് കൊടുക്കാം. കൊടുക്കുന്നു. കളർ ഈക്വൽ ടു നമുക്ക് ഇത്തവണ ബ്ലൂ കൊടുക്കാം. റെഡ് കൊടുത്താൽ ഇനി അടുത്ത തവണ ബ്ലൂ കൊടുക്കാം. അടുത്ത നമുക്ക് തിക്നെസ് മാർക്ക് ചെയ്യണം. നേരത്തെ ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടി ഞാൻ തിക്നെസ് ഇച്ചിരി കുറയ്ക്കുകയാണ്. തിക്നെസ് ഈക്വൽ ടു 2 കൊടുക്കുക. നെക്സ്റ്റ് ലൈൻ സ്റ്റൈൽ ആണ്. ലൈൻ സ്റ്റൈൽ ഈക്വൽ ടു ഇപ്രാവശ്യം ലൈൻ സ്റ്റൈൽ ഞാൻ മാറ്റുകയാണ്. നേരത്തെ സ്ട്രൈറ്റ് ലൈൻ ആണ് കൊടുത്തിരുന്നത്, എനിക്ക് ഇപ്രാവശ്യം ഡോട്ടഡ് ലൈൻ മതി. അതുകൊണ്ട് 2 മൈനസ് സിമ്പൽ കൊടുക്കുന്നു. ഡോട്ടഡ് ലൈൻ മതി എന്നുള്ള നിലയിൽ ഞാൻ 2 മൈനസ് സിമ്പൽ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ വിട്ടുള്ള ലൈൻ മതി എന്നുള്ള നിലയിൽ 2 മൈനസ് സിമ്പൽ കൊടുക്കുകയാണ്. ആൻഡ് ഫൈനലി വി ഹാവ് ടു ലേബൽ ഇറ്റ്, ദാറ്റ് ഇസ് ലെജൻഡ് ലേബൽ. രണ്ടാമത്തെ ഫംഗ്ഷൻ കോസെക്സ് ആണ്. അതുകൊണ്ട് ഞാൻ കോസെക്സ് എന്ന് തന്നെ ലേബൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കോസെക്സ് വേണമെങ്കിൽ സൈൻ എക്സ് കോസെക്സ് എന്നൊക്കെ എഴുതുമ്പോൾ ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്ന നല്ലതായതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ബ്രാക്കറ്റ് കൂടെ കൊടുക്കുകയാണെ. മുകളിൽ കൊടുത്തേക്കാം, ആവശ്യമില്ല, ഡിസ്പ്ലേയിൽ മാത്രം വരുന്ന കാര്യമാണ്. രണ്ടാമത്തതും പ്ലോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു. രണ്ടാമത്തെ ആളെ പ്ലോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു. ഇനി മൂന്നാമത്തെ ആളെ പ്ലോട്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുകയാണ്. ഇത്ര ടൈപ്പ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് കോപ്പി ചെയ്യുകയാണ്. മൂന്നാമത്തെ പ്ലോട്ടിനെ ഞാൻ P3 എന്നാണ് പേര് കൊടുക്കുന്നത്. P3. നമുക്ക് അടുത്ത് പ്ലോട്ട് ചെയ്യേണ്ടത് F3 ആണ്. നമുക്ക് ഇത്തവണ -5 to 5 വരെ പോകണ്ട, -3 മുതൽ 3 വരെ പോവാം. ചുമ്മാ ഒരു വ്യത്യാസം വേണമെന്നുള്ള നിലയിൽ കൊടുത്തതാണ്. കളർ ഇപ്രാവശ്യം മാറ്റി ഞാൻ ഗ്രീൻ കളർ കൊടുക്കുകയാണ്. തിക്നെസ് നമുക്ക് ഇത് തന്നെ തുടരാം, വേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ 1 കൊടുക്കാം, ഞാനിപ്പോ കൊടുക്കുന്നില്ല. ലൈൻ സ്റ്റൈൽ ഇത്തവണ മാറ്റുകയാണ്. ലൈൻ സ്റ്റൈൽ ഇത് കൊടുക്കുന്നു. 2 ഡോട്ടഡ് ലൈൻ വരണം. നമുക്ക് നോക്കാം, ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്കറിയാം. ആൻഡ് നമ്മുടെ ലേബൽ x² എന്ന ലേബൽ കൊടുക്കുക. ആൻഡ് ഫൈനലി വി ഹാവ് അവർ P4. നാലാമത്തത് P4. ഫംഗ്ഷൻ F4. നമുക്ക് ഇത്തവണ ഒരു വ്യത്യാസത്തിന് വേണ്ടി -2 മുതൽ 2 വരെ കൊടുക്കാം. കളർ നമുക്ക് പർപ്പിൾ കൊടുക്കാം. ഒരുവിധ സ്റ്റാൻഡേർഡ് കളറൊക്കെ വിളിച്ചാൽ വരും കേട്ടോ, അപ്പൊ ആ പേര് തന്നെ വിളിച്ചാൽ മതി. പർപ്പിൾ. തിക്നെസ് ഇത്തവണ നമുക്ക് 4 കൊടുക്കാം.
കുറച്ചുകൂടെ തിക്നെസ് കൊടുക്കുക. ലൈൻ സ്റ്റൈൽ മാറ്റുകയാണ്. അതായത് ഒരു ഡാഷ് ലൈനും ഡോട്ടഡ് ലൈനും വേണം. അതിന് വേണ്ടിയിട്ടാണ് അത് മാറ്റിയത്. അടുത്ത് നമ്മുടെ ലേബലിംഗ് മാറ്റുകയാണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഈ റൈസ് ടു എക്സ് എന്ന് വിളിക്കും. കഴിഞ്ഞു. എല്ലാവരെയും കൂടെ ഒരുമിച്ചാണ് നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് പി ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് P4. എല്ലാവരെയും ഒരുമിച്ച് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ് ആണ് ഇത് കേട്ടോ. P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് P4 എല്ലാവരെയും കൂടെ ഒരുമിച്ച് പ്ലോട്ട് ചെയ്യണം. ആ പ്ലോട്ടിന് വേണ്ടി പിയെ വിളിച്ചാൽ മതി. അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? പി കാണിക്കണം. ഇത് ആദ്യം നമ്മൾ റൺ ചെയ്തപ്പോൾ ഫിഗർ വരാത്തതിന് കാരണം ഇതാണ് നമ്മളെ ഫിഗറിനെ ഏറ്റവും അവസാനം വിളിച്ചാലേ വരും. ഇപ്പൊ നമ്മൾ P1 P1 ഡിഫൈൻഡ് ആണ്. ഫിഗർ ഡിഫൈൻഡ് ആണ്. സൊല്യൂഷനെ കണ്ടു. പക്ഷേ സൊല്യൂഷൻ കാണിക്കണമെങ്കിൽ വിളിച്ചാലേ വരും. അപ്പോ ഏറ്റവും അവസാനം P dot show പക്ഷെ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഡീറ്റെയിൽ ചെയ്യാനുണ്ട്. ഫിഗർ സൈസ് എനിക്ക് തോന്നുന്നു ഫിഗർ സൈസ് ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ പോലും ഒരു ഡിഫോൾട്ട് ഫിഗർ സൈസ് വരേണ്ടതാണ്. ഫിഗർ സൈസ് കൊടുത്തു. ഞാനിപ്പോ എന്തായാലും ഷോ മാത്രം കൊടുത്തു നോക്കാം. വരുമോ നോക്കാല്ലേ? ഷോ മാത്രം കൊടുത്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഷോ മാത്രം കൊടുക്കുകയാണ്. എറർ ഒന്നും വന്നില്ല. പെട്ടെന്ന് വന്നു. ഇനി അവിടെ ഫിഗർ സൈസ് ലേബലും ആക്സസും ഒക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇത് മതി. അപ്പൊ നോക്കിക്കോളൂ. ആദ്യത്തെ നമ്മുടെ സൈനക്സ് ആയിരുന്നു. റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. റെഡ് കളറിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. -5 മുതൽ 5 വരെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈസ് ഞാൻ അപ്പോഴേ പറഞ്ഞു, അത് സ്ട്രെയിറ്റ് ലൈൻ, ഒരു ഡോട്ടും ഇല്ലാത്ത സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കോസ് എക്സ് ഡോട്ട് ഇട്ടു. ഞാൻ പറഞ്ഞു ഡോട്ടഡ് ലൈൻ, ഡാഷ്ഡ് ലൈൻ വരും. ഡാഷ്ഡ് ലൈൻ വന്നു. ബ്ലൂ കളർ. തിക്നെസ് പഴയത് തന്നെ, -5 to 5 തന്നെ. അടുത്ത തിക്നെസ് കുറഞ്ഞു. അടുത്ത് ഗ്രീൻ കളറിൽ നമ്മൾ എക്സ് സ്ക്വയർ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സ് സ്ക്വയർ ഡോട്ടഡ് ലൈൻ ആണ് വന്നത്. ഫുൾ ഡോട്ടഡ് ആണ്. നെക്സ്റ്റ് ഡാഷും ഡോട്ടും കൊടുത്തു. അതുപോലെ തന്നെ വന്നു പർപ്പിൾ കളറിൽ നമ്മുടെ e⁻x ലഭിക്കും. -2 മുതൽ 2 വരെ. നമുക്ക് ഇവരെയൊക്കെ വേണമെങ്കിലും മാറ്റാം. ഇതിപ്പോ ഞാനിപ്പോ -5 മുതൽ 5 വരെ വരയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അത് മാറും. -5 മുതൽ 5 വരെ വരയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അത് കണ്ടോ? അത് വരച്ചപ്പോ പ്ലോട്ട് എല്ലാം കൂടെ ഓവർലാപ്പ് ആയി പോയി. അത് സൂമിങ് ഔട്ട് സൂമിങ് ഇന്നിന്റെ ഓപ്ഷൻ ആണ് കേട്ടോ. സൂമിങ് ഔട്ട് ആൻഡ് സൂമിങ് ഇന്നിന്റെ ഓപ്ഷൻ ആണ്. വേറെ പ്രശ്നമൊന്നുമില്ല. സൂം ഔട്ട് സൂം ഇന്നുമാണ്. അത് കൂടെ വരയ്ക്കാനായിട്ട് അതൊന്ന് സൂം ഔട്ട് ചെയ്തപ്പോൾ ഇവരെല്ലാവരും ഓവർലാപ്പ് ആയ ലൈനിൽ തന്നെ വീണു പോയതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞു. അപ്പോൾ സിമ്പിൾ പ്രോഗ്രാം ആയിട്ടുണ്ട്. നമ്മൾ വെറുതെ നമ്മൾ എന്താണ് ഈ പി ഷോയുടെ അവിടെ ഫിഗർ സൈസും കാര്യങ്ങളും എല്ലാം ഡിഫൈൻ ചെയ്യാമായിരുന്നു. നമ്മൾ അതൊന്നും ഡിഫൈൻ ചെയ്യുന്നില്ല. ആക്സസിനെ ലേബൽ ചെയ്യാം, ഗ്രിഡ് ലൈൻ കാണിക്കാം, അതിന്റെയൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാനൊന്നും ചെയ്യുന്നില്ല. ഇത് സിമ്പിൾ പ്രോഗ്രാം. നമുക്ക് ഒരു 4 ഫംഗ്ഷനെ ഒരുമിച്ച് പ്ലോട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.